അസ്സലാമു അലൈക്കും. വീഡിയോ നാളെ ചെയ്യാമെന്ന് ഓർത്ത്, പിന്നെ ഞാൻ ഓർത്ത് ചെയ്യാതെ പറ്റിയല്ല, അതുകൊണ്ട് പിന്നെയും വന്നിരുന്നതാണ്. അപ്പം ഇന്ന് പവർ കട്ട് ഉള്ളതുകൊണ്ട് നേരത്തെ ആഹാരമൊക്കെ കഴിച്ച് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് മൊബൈലിൽ പരിപാടിയൊക്കെ കണ്ട്, പിന്നെ അമ്മ ഉറങ്ങിയിട്ടില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഇന്നൊരു 1 മണി, ഒരു 2-2:30 ആകുമ്പോൾ ചിലപ്പോൾ പുള്ളി പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. ഒച്ചയും ബഹളവും സങ്കടവും നിലവിളിയൊക്കെ ആയിരിക്കും. അപ്പം ഇപ്പം കരച്ചിലൊന്നുമില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അപ്പോൾ പകൽ നല്ലപോലെ ഉറങ്ങും, എന്നുവെച്ചാണ് രാത്രി അങ്ങനെ ഉറക്കമില്ലാതിരിക്കണത്. അപ്പം ഞാൻ ചിലപ്പോൾ 6-2 നിന്ന് മാറാൻ സാധ്യതയുണ്ട്, ആ വീട്ടിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം റേഞ്ച് ഇല്ലല്ലോ. റേഞ്ച് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ തന്നെ നിന്നേനെ. പിന്നെ ഇപ്പം റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അപ്പം ഞാൻ നിങ്ങളോട് ഇതിന് മുൻപ് ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പം എനിക്ക് ഒരു അത്യാവശ്യം, പിന്നെ ഒരു അത്ര വലുതുമല്ല എന്നാൽ അത്ര ചെറുതും അല്ലാത്തൊരു രീതിയിലൊരു എമൗണ്ട് എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം കിട്ടിയില്ല, ഒറ്റവട്ടേ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം ഞാൻ അവിടെ 6-2 വീഡിയോ ഒന്നും ചെയ്തിടാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. പിന്നെ റേഞ്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്തിടാൻ സാധിച്ചില്ല. അപ്പം ഞാൻ ഓർക്കണം, ഇപ്പം ഇങ്ങനെ വന്ന് നിന്നിട്ട് പറ്റണില്ല. വെച്ചാൽ നമ്മളുടെ മനസ്സ് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുന്നിടത്ത് നമ്മുടെ കൈ എത്തണില്ല, മനസ്സിലായ? നമ്മുടെ മനസ്സെത്തുന്നിടത്ത് നമ്മുടെ കൈ എത്തണില്ല. അതായത് എനിക്ക് ഉറക്കമൊക്കെ നിന്നിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിലൊക്കെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 10 രൂപയുടെ വരുമാനം നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം ഞാൻ ആലോചിച്ച്, ഇപ്പം റേഞ്ച് ഉള്ളിടത്ത് വല്ലയിടത്തും ഒരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരാഴ്ച, ഒരു മാസത്തിലൊരു $125 എൻ്റെ ചാനലിൽ കയറിയാലും എനിക്ക് അത് മതി. അൽഹംദുലില്ലാ, അത് മതി. എൻ്റെ വാടകയും എൻ്റെ ആഹാരവും പിന്നെ എന്തെങ്കിലും 10,000 രൂപ നിക്ഷേപിച്ച് വെക്കാനായിട്ടും. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, 2 വ്യക്തിക്കായിട്ട് എനിക്ക് ഇച്ചിരി പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് കൊടുത്ത് തീർക്കണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർത്തിരിക്കണത്, വീട് അവിടെ നിന്ന് മാറിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും നല്ലൊരു റേഞ്ചൊക്കെ കിട്ടുന്നിടത്ത് എവിടെയെങ്കിലും ഒരു വീട് എടുക്കാമെന്നാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത് വാടകയ്ക്ക്. അപ്പോൾ ഇപ്പം ഒളവണ്ണയിൽ ലൈലേൻ്റെ തൊട്ടരികിലൊരു വീട് ശരിയായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാറിയിട്ടില്ല. അവർ വേറെ വീട് നോക്കണുണ്ട്. നോക്കിയിട്ട് അവർക്ക് 10,000 രൂപയുടെ വീടായത് കാരണം അവർ അത് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അത് ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഒളവണ്ണയിലേക്ക് പോകും. എന്താണെന്ന് വെച്ചാൽ അവൾ അടുത്താവുമ്പോൾ എനിക്കൊരു വയ്യാഴിക എന്തെങ്കിലും എനിക്ക് വന്നാലും അവൾക്ക് വന്നാലും എനിക്ക് പോകാം. അവൾക്കിപ്പം മക്കളുണ്ട്, എൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഇപ്പം എനിക്കെന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ ഒന്ന് വലയില്ലാന്നും പറഞ്ഞ് എനിക്കൊന്ന് വിളിച്ചുകൊണ്ട് പോകാമല്ല. അല്ലെങ്കിൽ ഇപ്പം അവൾക്ക് വന്നാൽ എനിക്കും അവളുടെ ഒപ്പം പോവുകയും അല്ലെങ്കിൽ തന്നെ തമ്മിൽ ഡെയിലി കാണുകയും പറയുകയും അറിയുകയും ഒക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ആലോചിച്ച് അങ്ങോട്ട് പോകാമെന്ന് ഓർത്ത്. അപ്പം ഇന്ന് അവൾ എന്നോട് വിളിച്ച് പറഞ്ഞ്, പിന്നെ ഒരു കാര്യമുണ്ട്, 35,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. അപ്പോൾ 20 ഇവിടെ ഉള്ളു. അപ്പോൾ അങ്ങേര് പറഞ്ഞാന്ന് വെച്ചാൽ 11 മാസത്തിനുള്ളിൽ മാറിയിട്ടുണ്ടെങ്കിൽ 5,000 രൂപ എടുത്തിട്ടേ ബാക്കി തരുവുള്ളൂ. അത് ഞാൻ വിട്ടുകൊടുക്കുകയൊന്നുമില്ല. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ നിങ്ങളോട്, അത് ഞാൻ വിട്ടുകൊടുക്കുകയൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ ഇപ്പം ലൈലയുടെ വീടിൻ്റെ അടുത്ത് ഒളവണ്ണയിൽ താമസിക്കണവർ മാറിയിട്ടില്ല. മാറിയാൽ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം ചോദിക്കണം, വീട് നമുക്ക് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ലൈല അവരുടെ തൊട്ട് മുറ്റത്തായതുകൊണ്ട് ലൈല നമ്മുടെ അറിവുള്ള ആൾക്കാർക്കാണെന്ന് പറഞ്ഞാൽ അവർ വീട് കൊടുക്കാതിരിക്കുകയില്ല. അപ്പം ഞാൻ ഇപ്പം
അത് കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാനതാണ് പറഞ്ഞു വന്നത്, അത് കിട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് തന്നെ വീഡിയോയാണെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ചെറിയ പാചകമോ ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ വായുവിടെ എന്തെങ്കിലും പിന്നെ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല മാപ്പിളപ്പാട്ടോ എന്തെങ്കിലുമൊക്കെ പാടി റീൽസ് ഇടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എൻ്റെ പ്രേക്ഷകർ കാണുകയല്ലേ, കാണും. എനിക്ക് അറിയാം, പറഞ്ഞിട്ടുണ്ട് എന്നോട്, സുജിത്ത എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന പോലെയുള്ള വീഡിയോ ഇട്ടാൽ നമ്മൾ കണ്ടോളാമെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രേക്ഷകർ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഈ അടിമേനെ പോലെ വന്ന് ഈ കണ്ടവൻ്റെ ഇറക്കോട്ട് കിടക്കണ്ടല്ല. ഇറക്കോട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങളുടെ പണ്ടത്തെ പഴയ ആലപ്പുഴക്കാരുടെ ഒരു ഭാഷയൊക്കെയാണ്, പണ്ടുള്ളവരുടെ ഒരു ഭാഷയൊക്കെയാണ് ഇറക്കോട്ടെന്ന് പറയണത്. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ച് പിന്നെ അവിടെ വീട്ടിൽ പോയി നിന്നിട്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓരോന്ന് ഒരു ദിവസം ഒരു 2-3 വീഡിയോ ഒക്കെ അത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇടിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു $125 ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ അത് മതി ഒരു മാസമൊക്കെ ജീവിക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് എൻ്റെ ഒരു കാര്യം പറയാൻ വന്നിട്ട് ഞാനത് മറന്നുപോയി. പിന്നെ ഈ മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ കാറ്റും അതും ഇതുമൊക്കെ നല്ല പോലെയൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. 4 ജില്ലയുടെ കാര്യം ഇന്നലെ റെഡാണ് യെല്ലോ ആണെന്ന് അറിഞ്ഞുകൂടാ, അലർട്ട് ഉണ്ടായിരുന്നു. അപ്പം ഫോണിൽ വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലല്ല, ആന്ധ്രാപ്രദേശിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കോവിഡ് തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരും പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ എൻ്റെ പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത്, പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ പിന്നെ മഴ കൊണ്ടിട്ടാണ് മഞ്ഞ് കൊണ്ടിട്ടാണെന്നൊന്നും പറഞ്ഞിരിക്കരുത്. എന്തെങ്കിലും ഒരു ചെറിയ ക്ഷീണം വന്നാൽ അപ്പം തന്നെ പോയി ഡോക്ടറെ കാണണം. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക മേടിച്ച് കഴിക്കരുത്. നിങ്ങളോട് പറഞ്ഞെങ്കിലും ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത്. ഞാൻ മരിച്ചു പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല, ആർക്കും പോക്കൊന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ അങ്ങനെയല്ല, നിങ്ങൾക്ക് മക്കളും ഭർത്താവും ഭാര്യയും അതുപോലെ തന്നെ പിന്നെ പേരക്കിടാങ്ങളും മരുമക്കളും എല്ലാം ഉള്ളതാണ്, കുടുംബം ഒക്കെ ഉള്ളതാണ്. അപ്പം നിങ്ങൾക്കാർക്കും ഒരാപത്തും വരണ്ട. എനിക്ക് വേണമെങ്കിൽ വന്നോട്ടെ, എനിക്ക് തേട്ടമെന്ന് വെച്ചാൽ ഞാൻ കിടത്തിക്കളയല്ലേ എന്നുള്ളൊരു തേട്ടം മാത്രമേ ഉള്ളൂ. പായ്ത്തലക്കയിൽ കിടന്നു പോയാൽ ഞാൻ പോയി. അപ്പം അങ്ങനെ കിടത്തല്ലേ എന്നാണ് 5 നേരവും പടച്ചോനോട് ദുആ ചെയ്യണത്. അപ്പം ഇന്നലെ പിള്ളേരെ ഞാനത് കഴിഞ്ഞ ദിവസം നോമ്പാണെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന അമലുകളൊന്നും നമ്മൾ വെളിയിൽ പറയാൻ പാടില്ലെന്ന്. അപ്പം ഞാൻ ഇത് നിഷിച്ച് പറയുകയല്ല, ഈ പുസ്തകന്മാരൊക്കെ പിന്നെ ഖുറാനൊക്കെ ഓതണത് അതും അമലല്ലേ. അപ്പം അതൊക്കെ ഈ വീഡിയോയിലൊക്കെ വന്നിരുന്നുണ്ട്, അവർ ഓതിയെടുക്കുകയൊക്കെ ചെയ്യണുണ്ടല്ലോ. അപ്പം ഞാൻ നിഷിച്ച് പറയുകയല്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് നോമ്പാണെന്ന് പറഞ്ഞത് എന്താണ് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ കൂടുതൽ അറിവുള്ളൂ, എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എന്നാലും ഞാൻ ചോദിക്കണത്, നമ്മുടെ ഉസ്താക്കന്മാരൊക്കെ വന്ന് നമ്മുടെ യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഓരോ പിന്നെ സോഷ്യൽ മീഡിയയിൽ അവർ ഓതണുണ്ട്, വഹ്ള് പറയുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യം പ്രബോധനം പോലെയൊക്കെ ഓരോ ഇതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അമലുകളല്ലേ, അതും അങ്ങനെ ചെയ്യുമ്പോൾ അതും ദോഷമല്ലേ, അല്ലെങ്കിൽ തെറ്റല്ലേ. അപ്പം അത് നമുക്ക് എന്താണ് എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ആർക്കും പിന്നെ ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട. അപ്പോൾ ഇന്നലെ എനിക്ക് നോമ്പായിരുന്നു, ഇന്നലെ വ്യാഴാഴ്ചയല്ലായിരുന്നു, എനിക്ക് നോമ്പായിരുന്നു. അപ്പം പിന്നെ വീഡിയോയിൽ പറയാതിരുന്ന വെച്ചാൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ഇങ്ങനെ പറയുമല്ലോ, അമലുകൾ നമ്മൾ ചെയ്യുന്നത് പറയരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ പറയാതിരുന്നത് നിങ്ങളോട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, റമദാനിക്ക് മുൻപ് എനിക്ക് പോയ നോമ്പ് എനിക്ക് പിടിച്ച് വീടണം ഇൻഷാ അല്ലാഹ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്തും പോയ ഫർള് നോമ്പിന് പിന്നെ റമദാനിക്ക് പോയ ഫർളായിട്ടുള്ള നോമ്പും നെയ്യത്ത് വെച്ച് പിടിച്ച് വീടാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അതിന് മാത്രം സമയവും ഇല്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ്,
ഇപ്പം ചെറുതിലെ നിങ്ങളൊക്കെ ചെറുതിലെ തൊട്ട് ഉള്ള അമലുകളൊക്കെ നിങ്ങൾ ചെയ്യുകയും അതുപോലെ മദ്രസയിലാണെങ്കിലും പോയി പഠിക്കുകയോ ഓതുകയൊക്കെ ചെയ്യണത് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ സർവത്ര തൂങ്ങിയിട്ട് കൂലികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പടച്ചവൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ എനിക്കതല്ലല്ലോ, ഞാൻ ഈ വയസ്സായ സമയത്തല്ലേ, പ്രായമായ സമയത്താണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ അമലുകളൊക്കെ എനിക്ക് കുറച്ചെങ്കിലുമൊക്കെ എനിക്ക് എൻ്റെ ഖബറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതൊക്കെ ഇപ്പം അല്പസ്വല്പമാണെങ്കിലും ഇവിടെ ദുനിയാവിൽ ചെയ്താലല്ലേ എനിക്ക് എൻ്റെ ഖബറിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പിന്നെ ആ നോമ്പൊക്കെ പിടിച്ച് വിടാമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്ത് പണിയുടെ ബുദ്ധിമുട്ടിൻ്റെ പുറത്ത് ഞാൻ ഓർത്ത് അതെങ്ങനെ ശരിയാകുമെന്ന്. പിന്നെ ഞാൻ ഓർത്ത് ശരിയായില്ലെങ്കിൽ വേണ്ട, എനിക്കിച്ചിരി കഷ്ടപ്പാടല്ലേ ഉള്ളൂ. നാളെ സമയത്ത് നമ്മൾ മരിച്ച് നമ്മൾ ഖബറിൽ കിടക്കണ സമയത്ത് നമ്മൾ ഒരുപാട് എന്തെങ്കിലും എന്താ പറയണത്, മലയോളം അമലുകൾ നമ്മൾ ചെയ്താൽ കുന്നിക്കുരുവിൻ്റെ ഒരു രീതിയിലെങ്കിലും നമുക്ക് നമ്മുടെ ഖബറിലേക്ക് അള്ളാഹു തരുവുള്ളൂ. അപ്പം ഒരുപാട് നന്മകൾ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് റൂഹ് പിടിക്കണ നേരത്ത് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും നമ്മൾ ഹദീസുകളിലൂടെ ഉസ്താക്കന്മാർ പറഞ്ഞൊക്കെ ഏറെക്കുറെയൊക്കെ എനിക്കറിയാം. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ പേടിയാണ് പിള്ളേരെ. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ച് നമ്മുടെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ കിട്ടത്തക്ക രീതിയിൽ കൊണ്ടു നടക്കണമെന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ്, ആമീൻ. പടച്ചോൻ അത് ഭാഗ്യം എനിക്ക് ഉണ്ടാകണേ. അതൊക്കെ ആ അമലുകളെല്ലാം ചെയ്ത് ദുനിയാവിൽ നിന്ന് പോകുമ്പോൾ ഒരു പിഞ്ച് പൈതലി പോകും പോലെയുള്ള ഒരു സത്യസന്ധമായിട്ട് പോകണമെന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനുള്ളത്. ഇനി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ മേല, എല്ലാം പടച്ചവൻ്റെ കയ്യിലല്ലേ. ഞാനൊന്നും അർത്ഥമുറിച്ച് പറയണില്ല. നാളെ എന്താണ് സംഭവിക്കണമെന്ന് ആ ഒരു ശക്തിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. പിന്നെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് പറയാം, ആഗ്രഹിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മളുടെ ഇബാദത്തൊന്നും കളയാതെയും പോകാതെയൊക്കെ സൂക്ഷിക്കലാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ കിടക്കാൻ വയ്യായിരുന്നു. അപ്പം ഇപ്പോൾ 26-ാം തീയതിക്കുള്ളിൽ, അതായത് ഒരു 24-നുള്ളിൽ എനിക്ക് $100 കയറിയാൽ 26-ാം തീയതി എനിക്ക് പിന്നെ ഇതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നില്ലെങ്കിൽ ശരിയാകുകയില്ലല്ല. അതുകൊണ്ടാണ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണമെന്ന് ഓർത്തിട്ട്. കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ കുറച്ച് റീൽസ് ആണെങ്കിലുമൊക്കെ ഇട്ടാൽ വ്യൂസിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് നമുക്ക് യൂട്യൂബ് പൈസ കയറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അത്രയ്ക്ക് വലിയ പ്രമാദമായ വീഡിയോയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് $1 കയറിക്കൊണ്ടിരുന്നത്. പിന്നെ 1.5 ഒക്കെയാണ് അല്ലെങ്കിൽ 1.25 കയറിക്കൊണ്ടിരുന്നത്. പിന്നെ $. ഇപ്പം യൂട്യൂബിനൊരു സഹതാപം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു, ഇച്ചിരി കൂടുതൽ $. തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം 100 തികഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ 6-2 പോരുമ്പോൾ $10-20 ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം 100 തികയണമെങ്കിൽ കുറച്ചും കൂടി വേണം. അപ്പം അതിനാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് വന്നിരുന്നത്. അപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്യാനൊക്കെ ഇതിൽ പാടാണ് പിള്ളേരെ. ഇവിടെ വന്നിട്ടും പിന്നെ എയർടെല്ലിന് റേഞ്ചും ഇല്ല, നെറ്റും ഇല്ല. ഇപ്പം ഞാൻ ഇത്തവണ $400 റീചാർജ് ചെയ്തിരിക്കുന്നത്. ആ $400 പിന്നെ റീചാർജ് എനിക്ക് തോന്നുന്നത് 2 GB ആണെന്ന് തോന്നുന്നത്. 2 or 3. അപ്പം ഇത്രയും പിന്നെ
നെറ്റ് ഇങ്ങനെ കറങ്ങി 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 ഇന്ന് തീരണതല്ലാണ്ട് നമ്മുടെ വീഡിയോ ഇപ്പം ഞാൻ രാവിലെ ഒരു 7:30 ആകുമ്പോൾ അപ്ലോഡ് ആക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ യൂട്യൂബിൽ കയറുമ്പോൾ എങ്ങനെ പോയാലും വൈകുന്നേരം ഒരു 6-6:30 ആവും. രാവിലെ 7:30ക്ക് കയറ്റുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 6-6:30 ആകുമ്പോഴാണ് വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ആകുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ്, എന്തെങ്കിലും വല്ല പൊട്ടത്തരമാണെങ്കിലും ഒക്കെ എന്തെങ്കിലും പിറക്കി കൊണ്ടുവന്ന് ഇടാമെന്ന് വെച്ചാൽ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ട് ഭയങ്കര ഇടങ്ങേറി. എനിക്കറിയാൻ മേലെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇല്ല, ഞാൻ പറഞ്ഞില്ല, പാപി ചെല്ലടം പാതാളമെന്ന് പറഞ്ഞ കണക്കാണ് എൻ്റെ അവസ്ഥ. പണ്ടുള്ളവർ പറയും പിന്നെ ഒന്ന് പിടിച്ച് കൂട്ടിലിട്ടപ്പോൾ 9 ചാടി പുറത്തെന്ന് എന്ന് പറഞ്ഞ കണക്ക് ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു പിന്നെ ഒന്നും അടുക്കി പിടിക്കാൻ നമുക്ക് പറ്റണില്ല. എല്ലാം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ട് ചാടിയൊക്കെ പോയിക്കൊണ്ടിരിക്കണേനും. പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്ക് പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ നമുക്ക് 10 കാശ് കിട്ടിയാലല്ല. ഇപ്പം എന്തിനാണെങ്കിലും ഇപ്പം ഇതിലാണെങ്കിലും വന്നിരുന്നിങ്ങനെ വായോട് പറഞ്ഞ് നമ്മുടെ നെറ്റും തീർത്ത് അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് വേണം നമുക്കിതിൽ കൊണ്ടുവന്ന് ഇടാനായിട്ട്. ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് അപ്ലോഡാക്കി വരുമ്പോൾ നമുക്ക് ഇടങ്ങേറാകും. ഞാൻ ആ 6:02-ലായിരുന്നുവെങ്കിലുണ്ടല്ലോ എനിക്ക് കഴിഞ്ഞ മാസം പൈസ കിട്ടിയേനെ, യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഒട്ടും അവിടെ റേഞ്ചില്ല പിള്ളേരെ, ഒട്ടുമില്ല. നമുക്ക് ഒരു വീഡിയോ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒരു 7:30ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7:30ക്ക് വീഡിയോ എടുത്ത് നമ്മൾ അപ്പം തന്നെ അപ്ലോഡ് ആക്കുകയാണെങ്കിൽ ഒരു 12 മണിയാകുമ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശകലം പോലും അവിടെ കിട്ടിയേല. അപ്പം ഞാനിപ്പോൾ അവിടെ നിന്ന് മാറാൻ എന്തും പറഞ്ഞ് മാറുമെന്നൊക്കെ ആലോചിക്കുകയാണ്. ഈ അങ്ങേര് 5000 പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യവും വന്നിട്ട് സങ്കടവും വന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈലാനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോകും. അത് ഞാൻ ഓർത്ത് തന്നെ ഇരിക്കുകയാണ്. അത് പിന്നെ മറ്റുള്ളവരുടെ ഒന്നും പൈസ മേടിച്ചില്ല, പിന്നെ എന്നോട് മേടിക്കുമ്പോൾ ഞാനത് അങ്ങനെ കണ്ണടച്ച് കൊടുത്താൽ ശരിയാകില്ലല്ലോ. ഞാനിവിടെ എന്തോരം കഷ്ടപ്പെട്ട കാശാണ്, ഉറക്കം നിന്നതും എല്ലാം അഴുക്കുമൊക്കെ വാരിയതും ഒക്കെയുള്ള കാശാണ്, ഞാൻ വിട്ടു കൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ പിള്ളേരെ എനിക്കൊരു വീഡിയോയും കൂടി ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ചെയ്യും. എനിക്ക് ഉറക്കമില്ല പിള്ളേരെ. ഞാൻ എന്നിട്ട് ഈ വെളുപ്പാങ്കാലത്തെ ഒരു നിസ്കാരവും കഴിഞ്ഞും കയറി കിടന്നിട്ടൊരു പിന്നെ ഒരു കാര്യമുണ്ട് പിള്ളേരെ, ഇവിടെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഭക്ഷണത്തിനാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്കിവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പിന്നെ നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് നമുക്കിപ്പോൾ പറ്റണ കാര്യം പറ്റിയാലെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. ചെയ്യാൻ പറ്റണ കാര്യം ഒരു എന്താ പറയേണ്ടത്, ഒരു കണ്ണടച്ച് തന്നത് കൊണ്ടല്ലേ നമുക്കിപ്പോൾ ഒന്ന് കിടക്കുക ഇരിക്കുക. ഞാനിവിടെ പണിയെടുക്കണത് അമ്മയുടെ കുളി മാത്രം. നേരത്തെയൊക്കെ അതും എൻ്റെ ഒരു ചൊൽപ്പടിയിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്, എൻ്റെ സമയത്തിനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ പ്രേമ വന്നതിന് ശേഷം പ്രേമക്ക് ഫോൺ ചെയ്യാനായിട്ട് വെളുപ്പാങ്കാലത്തെ ഒരു 7 മണിയാകുമ്പോൾ അമ്മേനെ പിന്നെ വാരി വലിച്ചു കൊണ്ടുപോയി ബാത്റൂമിൽ ഇട്ട് കുളിപ്പിക്കും. എനിക്ക് പാവമാണ്, എന്താ വെച്ചിട്ടുണ്ട് ഒന്നാതെ വിറച്ച് തുള്ളിയാണ് അത് കിടക്കണത്. അപ്പോൾ കൊണ്ടുപോയി അതിന് ഈ വെളുപ്പാങ്കാലത്തേക്ക് ഇട്ട് ചൂടുവെള്ളമാണ്, എന്നാലും മേത്തേക്ക് ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് തണുക്കുകയല്ലേ. ഇപ്പം ഞാനാണെങ്കിൽ ഒരു 10-10:30 ആകുമ്പോഴേ അമ്മേനെ കുളിപ്പിക്കുകയുള്ളൂ. അവർ വിരുന്നിനൊന്നും പോകണില്ലല്ലോ. അപ്പം ഇത്ര പെട്ടെന്ന് വെളുപ്പാങ്കാലത്തെ ഇരുന്ന് കുളിപ്പിക്കാനായിട്ട് അപ്പം അങ്ങനെ ഒരു കട്ടായം കാണിച്ചതായത് കൊണ്ട് അവളിങ്ങനെ വെളുപ്പാങ്കാലത്തെ കുളിപ്പിക്കണത് കൊണ്ട് പിന്നെ ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇടമാർക്കുമെല്ലാം തോന്നി. എന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ആ കാര്യത്തിലൊന്നും സാറൊന്നും എന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സാറിനറിയാം ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് എല്ലാ കാര്യവും ചെയ്യണമെന്ന് സാറിനറിയാം. എന്നോടൊന്നും പറഞ്ഞ് അത് ചെയ്യുന്ന ഇത് ചെയ്യുന്നതെന്നൊന്നും എന്നോട് പറയണ്ട. ഒരു കൂട്ടം പണി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൂട്ടം എന്നോട് പറയാനൊന്നും ഞാൻ നിൽക്കുകയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ പണികൾ കണ്ട് ആൾക്കാർ പറഞ്ഞല്ലല്ലോ നമ്മൾ ചെയ്യിപ്പിക്കണത്, അത് ഇത് ചെയ്യുന്നു. അപ്പം ഓരോ പണിയും കണ്ടറിഞ്ഞ് ഞാൻ ചെയ്യും. അപ്പം അതുകൊണ്ട് സാറിനറിയാം
നമ്മൾ അങ്ങനെ മനഃപൂർവ്വം വെറുതെ ഇരിക്കുകയല്ലെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഉള്ളിലൊരു വേദന 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് മാറണില്ല പിള്ളേരെ. വേദനേൻ്റെ ഗുളിക 4-5 മേടിച്ച് കഴിക്കുമ്പോൾ ഒരല്പം കുറയും, പിന്നെയും വരും. അപ്പം അങ്ങനെ ഞാനിന്ന് ഈ വാളംപുളീൻ്റെ ഇലയില്ലേ, അതും കല്ലുപ്പും കൂടി തിളപ്പിച്ച് തുവർത്ത് മുക്കി ചൂട് പിടിച്ചപ്പോൾ ഒരല്പം ആശ്വാസമുണ്ട്. പിന്നെ ഞാൻ വീണില്ലേ പിള്ളേരെ, വീണപ്പോൾ ഈ കൈ ചെന്നിങ്ങനെ കുത്തിയാണ് അടിച്ചതാണോ എന്നറിയില്ല. ഈ കൈ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര വിങ്ങൽ, ഈ നരമ്പിനെന്തോ പ്രശ്നമുണ്ട്, ഭയങ്കര വിങ്ങൽ. അതുകൊണ്ട് തുണി നമ്മുടെ പുതപ്പും പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ ഇവിടെ ഞാൻ പറഞ്ഞില്ല വാഷിംഗ് മെഷീൻ ചീത്തയായിപ്പോയെന്ന്. അപ്പം അത് കാരണം കൈ കൊണ്ടാണ് കഴുകി പിഴിഞ്ഞൊക്കെ ഇട്ടത്. അതുകൊണ്ട് കൈക്ക് ഭയങ്കര വേദന ഈ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ എല്ലാം ബുദ്ധിമുട്ടാണ് പിള്ളേരെ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഓർത്തിരിക്കണത് എങ്ങനെയെങ്കിലും 1-2 മാസം എങ്ങനെയെങ്കിലും നിൽക്കണമെന്നോർത്താണ് ഇരിക്കണത്, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ അക്കൗണ്ട് ഒഴിയാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകണമെന്നാണ്. ഇപ്പോൾ അതൊന്നുമില്ല, പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഇടങ്ങേറെടുത്തിട്ട് പാടില്ല. ഞാനൊന്നും വെച്ചോണ്ടല്ല കേട്ടോ നിങ്ങളോട് പറയണത്. ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. നിങ്ങളൊന്നും ഓർക്കല്ലേ കേട്ടോ. നിങ്ങളോ എപ്പോഴും ഇല്ലായ്മയും പാടുകളുമാണ് പറയണമെന്നൊന്നും ഓർക്കരുത്. ഒരു വീഡിയോയ്ക്ക് പറയുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രൈവസി കൂടുതൽ പറയാൻ പറ്റുന്ന പ്രൈവസി, അതിന് മാത്രം രഹസ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. രഹസ്യമൊന്നുമില്ല, രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും ഒക്കെ ഞാനിവിടെ വന്നിരുന്ന് നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ പിള്ളേരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യണമെന്നോർത്താണ് ഇരിക്കണത്. എന്തെങ്കിലും 2-3 ഇട്ടില്ലെങ്കിൽ ശരിയാകുകയില്ല. പിന്നെ സാബ്ര എന്ന് പറയുന്ന എൻ്റെ മോള് എനിക്ക് ഇന്ന് വരെ, പിന്നെ അന്ന് ഒരു മെസ്സേജല്ല കമൻ്റ് ഇട്ടിട്ട് പിന്നെ അവളെനിക്ക് കമൻ്റൊന്നും ഇട്ടിട്ടുമില്ല, എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. അപ്പം ഇന്ന് എൻ്റെ പ്രൈവസി ആയിട്ടുള്ള പ്രൈവസി പറഞ്ഞപ്പോൾ പിന്നെ വീണ്ടും പ്രൈവസി കയറി വന്നതാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്തത് മറ്റൊരു പൊതുകാര്യങ്ങളുമായിട്ട് ഞാൻ വരാം. അസ്സലാമു അലൈക്കും.